സാറേ, ഈ നമ്മുടെ ജിസ്മോളുടെ കേസിൻ്റെ ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 194 BNS പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് നടന്നു വരുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നിളയിലൊക്കെ അദ്ദേഹത്തിന് ജിസ്മോളുടെ ഫ്രണ്ടിൻ്റെ ഒക്കെ മൊഴി എടുത്തു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയും ചെയ്തു? എന്താണ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. അപ്പം അതിനുള്ള ബാക്കിയുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി ഉണ്ടാകും. സാറേ, അവരുടെ വീട്ടിലൊരു CCTV ഉണ്ടല്ലോ, ആ CCTV ഞാൻ പറഞ്ഞല്ലോ, അത് അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ 7-8 ദിവസമേ ഉള്ളൂ. അപ്പോൾ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പിന്നെ ഇപ്പം നമുക്കൊരു കൺക്ലൂഷനിലെത്തിയോ ഇല്ലെങ്കിൽ ഒരു കാര്യവും പറയാൻ പറ്റാത്ത സോഷ്യൽ മീഡിയ സാർ കാണുന്നുണ്ട്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ സത്യം സാറിന് അറിയാമല്ലോ. അല്ല, അത് സൂയിസൈഡായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല. പ്രാഥമികമായിട്ട് വന്നേക്കുന്നത്. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അതിൻ്റെ അകത്തൊന്നും CCTV ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കളക്ട് ചെയ്തിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും തീർച്ചയായിട്ടും. ഞങ്ങൾ അതിനുവേണ്ടി ധാരാളം ആൾക്കാർ ഞങ്ങളെ ഫോൺ ചെയ്യുന്നുണ്ട്. ഈ കാര്യം നിങ്ങളൊന്ന് അന്വേഷിക്കാത്തത് എന്താണ്? കാരണം ഇത് ഞങ്ങളുടെ കണ്ട് ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ രണ്ട് പോലീസ് ഓഫീസർമാരാണെന്നുള്ള ലാക്കിലാണ് ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഏതായാലും ഇത്രയും മതി ഞങ്ങൾക്ക്. അതിന് ഞങ്ങൾ എൻ്റെ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് ഞങ്ങൾ വീണ്ടും സാധനം കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.